വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് റിവിഷന്റെ ക്ലാസ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് റിവിഷൻ. ഒരു ചെറിയ ടോപ്പിക് ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. ഏതാണ് ടോപ്പിക് എന്ന് ചോദിച്ചാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കാരണം അതിൽ കുറച്ച് ആർട്ടിക്കിൾസും കൂടി പഠിക്കണ്ട. അപ്പൊ എല്ലാം കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ആണെങ്കിലും എല്ലാ ഭാഗങ്ങളും കൂടി നിങ്ങൾ പഠിക്കല്ലേ, അപ്പൊ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് എന്ന് ചോദിച്ചാൽ പാർട്ട് 4 എന്ന് പറയും. ഏത് ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ എന്ന് പറയും. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ പാർട്ട് 4 ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന കാര്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത് ഗാന്ധിജിയുടെ, മഹാത്മാഗാന്ധിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പം എന്താണ്? ക്ഷേമ രാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ്. ഏത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. കൃത്യം പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ എന്ത് പറയും? പാർട്ട് 4 അല്ലെ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് പാർട്ട് 4 എന്ന് പറയും. ഇങ്ങനെ മാർഗനിർദ്ദേശക തത്വങ്ങള് ഇന്ത്യൻ ഭരണഘടനയിൽ വേണം എന്ന് നിർദ്ദേശിച്ചത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പേര് സപ്രു കമ്മിറ്റി എന്നാണ്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചേക്കണേ? സപ്രു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇനി നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയുടെ മനസാക്ഷി, നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരനാരാണ്? അദ്ദേഹത്തിന്റെ പേര് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ എന്നാണ്. അപ്പൊ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ എന്ന് പറയുന്ന അമേരിക്കൻ ചരിത്രകാരൻ നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഇത്. നമ്മുടെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ നേടിയെടുക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? കോടതിയെ സമീപിച്ച് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്ന ക്ഷേമരാഷ്ട്ര സങ്കല്പം ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് ഓർത്തു വെക്കാം. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിനാണ്. ലോകത്തിൽ ആദ്യമായി ഉൾക്കൊള്ളിച്ചത് സ്പെയിനാണ്. ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ട്ടോ. അതായത് നമ്മുടെ ഭരണം നിർവഹിക്കുന്നതിലും നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് നിർമ്മാണം നടത്തുന്നതിലും നമ്മുടെ രാജ്യത്തെ ഭരണകൂടം എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം എന്ന നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതില് പ്രധാനപ്പെട്ട കുറച്ച് എന്താണ് പറയുന്നത്? ആർട്ടിക്കിളുകളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 39D പറയുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുത്തോളൂ എന്നാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നാണ് ആർട്ടിക്കിൾ 39D. ആർട്ടിക്കിൾ 40 പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ്. അപ്പൊ പഞ്ചായത്തുകൾ എങ്ങനെ രൂപീകരിക്കണം എന്ന് ആർട്ടിക്കിൾ 40 പറയുന്നു. ആർട്ടിക്കിൾ 44 പറയുന്നത് ഏകീകൃത സിവിൽ കോഡാണ്. അപ്പൊ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 44 എന്ന് ഓർത്തു വെക്കാം.
ഇനി ആർട്ടിക്കിൾ 45 ചോദിക്കാറുണ്ട്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണം എന്ന് ഉറപ്പു നൽകുന്ന വകുപ്പാണ് ഏത്? ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 47ന്റെ പ്രത്യേകത പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോ മദ്യനിരോധനമൊക്കെ ഏതിലാ പെടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 47 ആണെന്ന് ഉദ്ദേശിക്കണം. അതാണെന്ന് മനസ്സിലാക്കണം. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്നു. 48. ഇനി ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര സുരക്ഷ എന്നിവയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഏതിലാണ്? 51. അപ്പൊ 39D തുല്യ ജോലിക്ക് തുല്യവേതനം, ആർട്ടിക്കിൾ 40 പഞ്ചായത്ത് രൂപീകരണം, ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്, ആർട്ടിക്കിൾ 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവ നൽകുക, ആർട്ടിക്കിൾ 47 പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് മദ്യനിരോധനത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഏതിലാന്ന് ചോദിച്ചാൽ 47 പറയാം. ഇനി ഒരു സ്റ്റേറ്റ് രൂപീകരിച്ചപ്പോ മുതല് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് ഓർത്തുവെക്കുക. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധത്തെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 51 എന്തിനെ കുറിച്ച് പറയുന്നു? അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയെയും കുറിച്ച് പറയുന്നു. ഇനി അടുത്തത് നിർദ്ദേശക തത്വങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത കാര്യം, നിർദ്ദേശക തത്വങ്ങൾക്ക് കുറച്ച് വിശേഷണങ്ങളുണ്ട്. നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേരാ പറയണ്ടേ? ആരാണ് വിശേഷിപ്പിച്ചത്? ആരായിരിക്കും? BR അംബേദ്കർ ആണ്. ആരാ വിളിച്ചേ? BR അംബേദ്കർ ആണ് എന്ന് ഓർത്തു വെക്കാം. അടുത്തത്, ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനുള്ള ചെക്ക്. എന്താണ്? ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാനുള്ള ചെക്ക് എന്ന് പറഞ്ഞത് ആരാണ്? KT ഷായാണ്. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക, ആഗ്രഹം അതുപോലെ തന്നെ ലക്ഷ്യം എന്നിവയുടെ വിളംബര പത്രികയാണ് എന്ന് പറഞ്ഞത് KC വെയർ എന്ന് പറയുന്ന ആളാണ്. ക്ലിയർ ആയില്ലേ? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ചിലതാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുക, ലഹരി വസ്തുക്കൾ നിരോധിക്കുക, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവ കേട്ടോ. എന്താണ്? ഗ്രാമപഞ്ചായത്തുകള്, അത് ഗാന്ധിജി ആഗ്രഹിച്ച, ഗാന്ധിജിയുടെ ഒരു സ്വപ്നമായിരുന്നു ലഹരി വസ്തുക്കൾ നിരോധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമങ്ങളുടെ ഉന്നമനത്തിന്. ഇതൊക്കെ ഗാന്ധിജി ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിലെ ഇത്രയാണ് റിവിഷൻ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് പഠിക്കുക കേട്ടോ.